ഞങ്ങൾ പൂനെയിലോട്ടാണ് പോകുന്നത്. കർണാടക കഴിഞ്ഞ് ഇനി ഞങ്ങൾ മഹാരാഷ്ട്രയിലോട്ട് കയറിയിരിക്കുന്നു. യാത്രയോടുതോളം വഴിയോരത്ത് നിറച്ചും പലതരത്തിലുള്ള ഫാക്ടറികളും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഏരിയയും കഴിഞ്ഞിട്ട് ഞങ്ങളൊരു റൂം എടുത്തു. അവിടെ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഞങ്ങളുടെ ബേസിക് ആയിട്ടുള്ള മോർണിംഗിലെ ഫ്രഷപ്പ് ആവാനുള്ള ടൈമൊക്കെ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. ഒരു 3 മണിക്കൂർ നേരത്തേക്കാണ് എടുത്ത് അവിടെ ഞങ്ങൾ വണ്ടിയും കഴുകി ഞങ്ങൾ എല്ലാം റെഡി ആയിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനിലോട്ട് ഇറങ്ങി, പീസ് ഓഫ് ഡോം. ആദ്യം ഗൂഗിൾ മാപ്പ് ഞങ്ങൾക്ക് ചെറിയൊരു പണി തന്നെങ്കിലും പിന്നെ ഞങ്ങൾ അവിടെയുള്ള ഗാർഡിനോട് ചോദിച്ച് വഴി മനസ്സിലാക്കി വീണ്ടും കറക്റ്റായ വഴിയിലോട്ട് വന്നു. നേരെ ചെന്ന് വണ്ടി പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനായി പോയി. ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റ്. ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ പീസ് ഓഫ് ഡോമിലേക്ക് നടന്നു. മുന്നിൽ നിന്ന് നോക്കുമ്പോൾ താജ്മഹലിലേക്ക് ഓർമ്മിപ്പിക്കുന്ന ഒരു നിർമ്മിതിയാണിത്. മെയിൻ കവാടത്തിൻ്റെ 2 സൈഡിലും സ്വർണം പൂശിയിട്ടുള്ള ഒരുപാട് തൂണുകൾ നാട്ടിയിട്ടുണ്ട്. ആ തൂണുകളിലൊക്കെ പല പ്രശസ്തരായ സയൻറ്റിസ്റ്റുകളുടെയും അതുപോലെ തന്നെ പ്രമുഖ വ്യക്തികളുടെയും ശില്പങ്ങൾ കൊത്തിയിട്ടുണ്ട്. ഈ മുന്നിൽ കാണുന്ന വ്യക്തിയാണ് ഡോക്ടർ വിശ്വനാഥ് സി കാരാട്ട്. പുള്ളിക്കാരനാണ് ഈ നിർമ്മിതിയുടെ സ്ഥാപകൻ. സ്റ്റെപ്പുകളിലൊക്കെ പലതരത്തിലുള്ള കോട്ടുകൾ എഴുതി വെച്ചിട്ടുണ്ട്. മാർബിൾ കൊണ്ട് നിർമ്മിച്ച ഈ ബിൽഡിങ്ങിന്റെ ചുമരുകളിലും ലോകപ്രശസ്തരായ പല ശാസ്ത്രജ്ഞരുടെയും അതുപോലെ വിശ്വവിഖ്യാതമായ എഴുത്തുകാരുടെയും ഒക്കെ ശില്പങ്ങൾ കൊത്തിയെടുത്തിട്ടുണ്ട്. ലോകസമാധാനം എന്ന ആശയം ഒരു ദൃശ്യരൂപത്തിൽ കൊണ്ടുവരാനായി ഏകദേശം 15 വർഷത്തെ പരിശ്രമത്തിന് ശേഷം ആണ് ഈ മഹത്തായ നിർമ്മിതി പൂർത്തിയായത്. 2018 ഇതിന്റെ പണി പൂർത്തിയായി ഇത് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. ആ വലിയ ഡോമിന്റെ കവാടം തുറന്ന് ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു. അതിന്റെ മുകൾ ഭാഗം കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ആക്ച്വലി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മൊത്തം വീഡിയോ പകർത്താൻ കഴിയാഞ്ഞത്. റൂം കണ്ടു കഴിഞ്ഞതിന് ശേഷം അതിനനുബന്ധമായിട്ടുള്ള ഒരു ലൈബ്രറിയിലോട്ടാണ് ഞങ്ങൾ ചെന്നത്. വളരെ വിശാലമായിട്ടുള്ളൊരു ലൈബ്രറി ആയിരുന്നു അത്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ അതിനകത്ത് ഉണ്ടായിരുന്നു. ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അത് കാലിയായതിനു ശേഷമാണ് ഞങ്ങൾ അകത്തേക്ക് ചെല്ലുന്നത്. ലൈബ്രറി കണ്ടിറങ്ങി ഞങ്ങളെ ഏറ്റവും വിസ്മയിപ്പിച്ച ഒരു കാര്യം അതിൻ്റെ തൊട്ടടുത്ത് കണ്ട വലിയൊരു ചവറ്റുകൂമ്പാരമായിരുന്നു. പൂനെ വഴി നിങ്ങൾ പാസ് ചെയ്യുകയാണെങ്കിൽ വരുന്ന വഴിക്ക് ഒരു 1 ടൈം വിസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ സ്ഥലത്തേക്ക് വരാവുന്നതാണ്. പീസ് ഓഫ് ഡോമിൽ നിന്ന് വിട പറഞ്ഞ് ഞങ്ങളുടെ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ആഗ ഖാൻ പാലസിലോട്ടാണ്. പൂനെയുടെ പ്രൗഢഗംഭീരമായ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ വഴിയോര കാഴ്ചകൾ കണ്ട് ഞങ്ങൾ അങ്ങനെ പതിയെ മുന്നോട്ട് പോവുകയാണ്. ഇനി നമുക്ക് ആഗ ഖാൻ പാലസിന്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.